ഈ കരഞ്ഞോണ്ട് ഓടി തന്നെ വേറെ ആരുമില്ല, എന്റെ ഇത്ത തന്നെയാണ്. എന്തിനാ കരയണെന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞ കുറെ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഇത്തക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം. കാരണം കല്യാണം കഴിയില്ലേ. അങ്ങനെ ആ സർപ്രൈസ് ഉണ്ടല്ലോ നിങ്ങൾ ഇപ്പൊ കണ്ടത്. കല്യാണം അതിന്റെ പേരിൽ എന്ത് ചെയ്ത് സർപ്രൈസ് ചെയ്ത് എനിക്ക് വല്ലാത്ത കൺഫ്യൂഷൻ ചെയ്യുന്നു. പക്ഷേ ഞാൻ ഫൈനലി കൺഫേം ചെയ്ത സംഭവം ബ്രൈറ്റ് ടു ബി സെറ്റപ്പ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ എല്ലാ കസിൻസിനെയും സെറ്റ് ചെയ്തു. പക്ഷേ ഇതൊന്നും ഇതിൽ എനിക്ക് ഏറ്റവും വലിയ ടാസ്ക്. ആ കാരണം മുതൽ എങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറക്കുന്നത് എനിക്ക് ഏറ്റവും വലിയ ടാസ്ക്. പക്ഷേ കുറച്ച് നോണ്ട പറഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ഇറക്കി. ഇതൊക്കെ എന്ത് പുറത്ത് ഫുഡ് കഴിക്കാൻ പോകും, ഒപ്പം തന്നെ വ്ളോഗ് എടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ ഇറക്കിയത്. അതിന്റെ വലിയ എന്താ ക്യൂട്ട്നെസ് ഉണ്ട്. പക്ഷേ അതിനറിയില്ലല്ലോ നമുക്ക് കൊണ്ടുപോകുന്നത് വേറെ പരിപാടിക്കുണ്ട്. പോണോടിക്ക് ഒരാളെ കണ്ടിട്ട് പോകാന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഇത്താൻ നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്തിച്ച്. ഇനി എന്റെ റോഡ് കഴിഞ്ഞ് അവർ വന്നാൽ മാത്രമല്ലേ ഇനി സർപ്രൈസ് ആവുള്ളൂ. നമുക്ക് അവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഫ്രണ്ട് ഗേറ്റിൽ കൂടെ പെട്ടെന്ന് എല്ലാ ഇത്തമാരും ഓരോ ഡ്രസ് ഇട്ട് എല്ലാവരുടെ കയ്യിൽ ഒരു സാധനം പിടിച്ച് വരുന്നുണ്ട്. പിത്ത പെട്ടെന്ന് ഷോക്കായി. കാരണം വേറെ ഒന്നല്ല, ഈ ഒരു പരിപാടി തൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഇത്ത പ്ലാൻ ചെയ്ത് എല്ലാ ബ്രൈറ്റ് ടു ബി ഞാൻ മുടക്കി കൊടുത്തു. അതുകൊണ്ട് ഇത്ത എന്നോട് പറഞ്ഞു എനിക്കൊരു ബ്രൈറ്റ് ടു ബി വേണ്ട, ഒരു മണ്ണാകട്ടെ വേണ്ട. അതുകൊണ്ട് ഇത്താക്കുള്ള പരിപാടി വളരെ ഗ്രാൻഡ് ആയിട്ട് ചെയ്യണമെന്ന് ഞാൻ ഇത്തമാര് പ്ലാൻ ചെയ്തത്. അതിന്റെ ആരുടെ കണ്ടിട്ടാണ് നിങ്ങൾ ഇപ്പം കാണുന്നത്. ഇതൊക്കെ പറഞ്ഞാൽ അവസാനം ഇത്ത ഹാപ്പി നടക്കൂല നടത്തില്ല എന്ന് വിചാരിച്ച സംഭവം നമ്മളെ ഇത്താക്ക് നടത്തി കൊടുക്കുമ്പോൾ അവസാനം ഇത്താടെ മൂത്തുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. അത് മതി, എത്ര താളം നമുക്ക് പൂർത്തിരിക്കാനായിട്ട്. ഹാപ്പി